ഹലോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വൺ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഇന്നൊരു നാട്ടിലാണോ എന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ള പോലെയാണ് എൻ്റെ ലുക്ക്. കാരണം പൊട്ടൊക്കെ വെച്ചിട്ട് നോർത്തേൺ അയർലാൻഡിൽ പൊട്ടൊക്കെ വെച്ച് എങ്ങോട്ടാ എന്നുള്ള ചോദ്യമാണെങ്കിൽ, ഞാൻ ഒരു അമ്പലത്തേക്ക് പോവാണെന്ന്. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അതൊരു ഐലൻഡിലാണ്. അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെറിയിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിസ്കിലനിൽ ആദ്യം എത്തിയിട്ട് അവിടുന്ന് പോകുന്നതായിരിക്കും. നിങ്ങൾ ആ വഴി ഈ സൈഡിലാണ് താമസിക്കുന്നത് വെച്ചെങ്കിൽ നല്ലത്. ഇങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ കുറച്ച് തെറ്റിച്ച് അങ്ങനെ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തേണ്ട ഞങ്ങൾ 3 മണിക്കൂറായിട്ടും എത്തിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ജേണി. കുറച്ച് പുതിയ സ്ഥലങ്ങളൊക്കെ അതുകൊണ്ട് കണ്ടു. ഗൂഗിൾ മാപ്പ് നമ്മൾ തെറ്റിച്ചത് കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പോയി വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഇത് ഞാനിങ്ങനെ ഗൂഗിൾ നോക്കി തപ്പി കണ്ടുപിടിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2-3 ഇതൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഒരു ഐലൻഡിൻ്റെ ഉള്ളിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ ഇറങ്ങി പോയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഇതിനൊരു ഫെറിയിൽ കയറണം നമ്മൾ. ആ ഫെറി ടൈമൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നോക്കിയാൽ മതി. എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നു. ഈ അമ്പലം ഒരു ഐലൻഡിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ഫെറി എടുക്കുകയാണ്. ഫെറി ഓപ്പൺ ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പൺ ഫെറിയാണ്. മുകളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മഴ പെയ്താൽ തീർന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. ചെറിയൊരു ദൂരമേ ഉള്ളൂ തോന്നുന്നു. അങ്ങനെ ഒരുപാട് ദൂരമൊന്നും നമ്മൾ ഫെറിയിൽ പോകേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു ദൂരത്തിലാണ് കിടക്കുന്നത് അമ്പലം. ഇതിൻ്റെ പേര് കൃഷ്ണ ഐലൻഡ് എന്നാണ്, ഇന്നിസ്റാത്ത് എന്നാണ് ഇതിൻ്റെ ഇവരുടെ ഐലൻഡിൻ്റെ ശരിക്ക് പേര്. പിന്നീട് അത് ഇസ്കോൺകാർ എടുക്കുകയും അങ്ങനെ അമ്പലമാക്കി മാറ്റുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് എപ്പോൾ ഫെറി അവൈലബിൾ ആണ്, എന്നൊക്കെയാണ് പൂജകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ ഇടാൻ കാരണം, നിങ്ങൾ നോർത്തേൺ അയർലൻഡിൽ താമസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജന്മാഷ്ടമി നന്നായി സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇന്ന് പോവാം, അല്ലെങ്കിൽ നാളെയും. ഇന്ന് സൺഡേ ഇവിടെ ഭയങ്കര ഫേമസ് ആയ സമയമാണ്. അപ്പോൾ സൺഡേ കുറച്ചുകൂടെ നല്ല. ഞങ്ങൾ സാറ്റർഡേ ആണ് പോയത്, അതുകൊണ്ട് തന്നെ കുറച്ച് ശാന്തമായിരുന്നു, ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ സൺഡേ കുറച്ചുകൂടെ വൈബ് ഉണ്ടാവും എന്നാണ് കേട്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് നോക്കിയാൽ നാളെ നിങ്ങൾക്ക് പോകാം. നാളെ ജന്മാഷ്ടമി ആയതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇന്നിടുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടേക്ക് പോകാൻ നാളെ പറ്റട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഭയങ്കര സെലിബ്രേഷനൊക്കെ ഉണ്ട്, തേര് തെളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ, തേര് കൊണ്ട് പോകുന്ന പരിപാടി ഒക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു. എന്തായാലും ഞാൻ ആ ദിവസമല്ല പോയത്, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫെറി ഇങ്ങനെ ഐലൻഡിലോട്ട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ദൂരം ഉള്ളിലേക്ക് നടന്നു. അപ്പോൾ ഓൺ ദ വേയിലൊക്കെ തന്നെ ശ്രീകൃഷ്ണൻ്റെ പല ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫോട്ടോസിനെ പറയാൻ പറ്റൂ, കാരണം കല്ലിൽ കൊത്തിവെച്ച സംഭവമൊന്നുമല്ല. അങ്ങനത്തെയൊക്കെ ഇങ്ങനെ വഴിയിൽ തന്നെ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നു. ഒരു വൈബുണ്ട്. ഉള്ളിലെ പ്രദേശമൊക്കെ കാണാൻ നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രസമുണ്ട്. അവർ കുറച്ച് വൃന്ദാവനം മാതിരിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഈ രീതിയിലൊക്കെ ഫ്ലക്സൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഫ്ലക്സ് തന്നെയാണോ അതിന് പറയാറില്ല. ഇതാണ് നമ്മുടെ അമ്പലം. നിങ്ങൾക്ക് അമ്പലമായിട്ട് തോന്നുന്നുണ്ടാവില്ല എന്നെനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഇവിടെ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിലൊക്കെ കിട്ടുള്ളൂ. ഇതൊരു പണ്ടത്തെ ആരുടെയോ ഒരു കൊട്ടാരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതവർ വൃന്ദാവനമായിട്ടൊക്കെയാണ് സങ്കല്പിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെയും ഓരോ പോയിന്റിലൊക്കെ നമുക്ക് ഓരോരോ സ്ഥലമായിട്ട് അവർ സങ്കല്പിച്ച് മഹാഭാരതത്തിലെ ഭാഗവതത്തിലെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് ഉള്ളിൽ കയറാൻ പറഞ്ഞു. പക്ഷേ ആക്ച്വലി പൂജാ സമയം ആയിട്ടില്ല എന്നും പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് എന്താ ഉള്ളിൽ കയറി നോക്കാം, പിന്നെ ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. പൂജാ സമയത്ത് മാത്രമേ നമുക്ക് ദർശനം കിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെയൊരു ശരിക്കൊരു വീട് തന്നെയാണ്, പണ്ടത്തെ ഒരു കൊട്ടാരം. അപ്പം ഞങ്ങൾ പൂജയുടെ സമയം ആവാത്തതുകൊണ്ട് പുറത്തിറങ്ങി. അവിടെ നിങ്ങൾ ദൂരെ കാണുന്നത് എന്താ പറയുക, മാനുകളാണ് കേട്ടോ, ഒറിജിനൽ മാനുകളാണ്. അവിടെ മാനുകളുണ്ട്, അതുപോലെ തന്നെ മയിലുണ്ട്, പിന്നെ എന്താ പറയുക, ശരിക്കും നമ്മുടെ നാട്ടിലെ പശുവില്ലേ അതേപോലത്തെ കണ്ണൊക്കെ വലുതായിട്ട് നല്ല ഭംഗിയിൽ കണ്ണെഴുതിയ പോലത്തെ കണ്ണൊക്കെ ഉള്ള പശുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇവരിങ്ങോട്ട് എനിക്ക് തോന്നുന്നു കൊണ്ടുവന്നതാണ് തോന്നുന്നുണ്ട്. പക്ഷേ മാനിവിടെ ബൈ ഡിഫോൾട്ട് ഉണ്ട്, ബാക്കിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് തോന്നുന്നു. നമ്മുടെ മയിലൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് ഈ ക്ലൈമറ്റിൽ, ഈ തണുപ്പത്ത്. പക്ഷേ ആ മാനുകൾ ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ നിന്ന് മെല്ലെ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല.
ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. പിന്നെ ഇതാ ഇങ്ങനെ ഓരോ സ്പോട്ടൊക്കെ കാളിയ മർദ്ദനത്തിൻ്റെ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ ഇങ്ങനെ ഒരു നമ്മൾ കൃഷ്ണനുള്ള സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പുറത്താണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇനി ഉള്ളിലെ വിശേഷങ്ങൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കാണും. ഒരു ഇസ്കോൺ ടെമ്പിളിലൊക്കെ പോയവർക്ക് ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നാൻ ചാൻസ് ഇല്ല. അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് കൃഷ്ണനും ബലരാമനും കളിച്ച സ്ഥലം എന്നൊക്കെയാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ അവർ കളിക്കുമായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഭക്തി വൈബ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ നമുക്ക് പുറത്ത് തോന്നും. പിന്നെ ഞങ്ങൾ ചെന്ന ദിവസം നല്ല മഴയുടെ ഒരു ചെറുതായി ചാറിക്കൊണ്ടിരിക്കുന്ന മഴ, പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ കുറവായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു ആന്ധ്രയിലുള്ള ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്, ആൾക്കാരുണ്ടായിരുന്നു കൂടെ. ഇതാണ് ഉള്ളിലെ വിഗ്രഹവും കാര്യങ്ങളും. ഇത് ഇസ്കോൺ ടെമ്പിൾ പോയവർക്ക് തോന്നും, അതേപോലെ തോന്നും. പിന്നെ അവിടെ അർച്ചന ചെയ്തിരുന്നൊരു സ്ത്രീയാണ്. ഇത് 4 മണിക്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാത്രമേ തുറക്കുള്ളൂ. കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നൊരു വൈബ് നമ്മുടെ കേരളത്തിലെ അമ്പലം പോലെ നമുക്ക് തോന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും ദിവസമായിട്ട് ഞാനിവിടെ വന്ന് 2 വർഷമായിട്ട് എവിടെയും പോകാത്തതുകൊണ്ട്, അമ്പലത്തിൽ പോകാത്തതുകൊണ്ട് പോയി നോക്കി എന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു സ്വാമിയുടെ പേരൊന്നും എനിക്കറിയില്ല. ആ സ്വാമിയാണ് ഇത് ഇവിടെ, ആ സ്വാമിയുടെ ഫോട്ടോയും അവിടെ ഉണ്ട്. അവരാണ് ഇത് ക്രിയേറ്റ്. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ തുളസി അവിടെ ഉണ്ടാക്കി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തുളസി ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ മാത്രം ഉണ്ടാവുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതിനെ ചൂടൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നലാണിത്. ഗംഗയാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ പല പല കഥകൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ പോരാം എന്നുള്ളൊരവസ്ഥയിലായി. അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ടാക്കി തരാം, ആ ഫെറിയുടെ ടൈം വരെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു തോണി കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാൻ തുടങ്ങിയതാണ്. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി. എനിക്ക് ആ ഫെറിയേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. We are going in this? We are going in this? Okay. ഇങ്ങോട്ട് നോക്കൂ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, തോണിക്ക് മോട്ടറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വല്ലാതെ തുഴയേണ്ട കാര്യമൊന്നും വരുന്നില്ല. അത് തിരിയും വളയൊക്കെ നല്ല സുഖമായിട്ട് ചെയ്യും. എനിക്ക് ഈ തോണി യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ അമ്പലത്തിൽ പോയതും ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ വീഴാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. സർഫസ് അത്ര ഈവനൊന്നും ആയിരുന്നില്ല. കുറേ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും, അറിയുന്നവരൊക്കെ ക്ഷമിക്കും. പക്ഷേ എനിക്കൊരു ടെമ്പിൾ വൈബ് സ്വയം തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃഷ്ണൻ്റെ തന്നെ ഒരു കുച്ചിപ്പുടിയുടെ ഒരു ഫസ്റ്റ് ശ്ലോകമാണ് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കിയത്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. ഓർമ്മയൊന്നും ഉണ്ടോ ചോദിച്ചാൽ ആ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ട് കുറച്ച് ഓർമ്മയുണ്ട്. ഇതിപ്പോൾ പഠിച്ചാണെങ്കിൽ തീരെ ഓർമ്മ ഉണ്ടാവില്ല. എന്തായാലും അങ്ങനെ ഒരു വൈബ് ഫീൽ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പാടെ ഈ ദിവസം നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ തോണി യാത്രയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പുളിയത്ത് ഇങ്ങനെ തോണിയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അതിലിങ്ങനെ പോവാറുണ്ടായിരുന്നു കോവിഡ് സമയത്ത്. ഒരു കരയിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ജന്മാഷ്ടമി ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആഘോഷിച്ചോളൂ, പോയി കണ്ടോളൂ. അല്ലാത്ത ദിവസങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കണ്ട പോലെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ആന്ധ്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അധികം നമുക്കൊന്നും ഫീൽ ചെയ്യില്ല കാര്യമായിട്ടൊന്നും. പിന്നെ എനിക്ക് പൊതുവേ കേരളത്തിലെ അമ്പലങ്ങളെ പോലെ വേറൊരു സ്ഥലത്തെ അമ്പലം ഇഷ്ടമല്ല, അത്രയും ഒരു വൈബ് തോന്നാറില്ല. അങ്ങനെ ഞങ്ങളെ ആക്കിയിട്ട് അവർ തിരിച്ചു പോയി. പിന്നെ എനിക്ക് ഓഫ് കോഴ്സ് തമിഴ്നാട് അമ്പലം ഇഷ്ടമാണ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു ആ ചൈതന്യം എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ നിങ്ങൾക്ക് അത്രയൊന്നും ഇവിടെ ഇവർക്ക് അത്രയ്ക്കല്ലേ പറ്റുള്ളൂ. കണ്ടോ തിരിയുന്ന കണ്ടോ തോണി തിരിയാനൊന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് തുഴയുണ്ടാക്കി ടെക്നോളജിയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇത് പറയാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു അമ്പലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജന്മാഷ്ടമി. അടിപൊളിയായിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി തൊഴൂ, പ്രാർത്ഥിക്കും എനിക്കും വേണ്ടിയിട്ട്.